ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ജോർജിയയുടെ തലസ്ഥാനമായ ടിബ്ലിസിയിലാണ്. ടിബ്ലിസിയിൽ ഞങ്ങൾ ആദ്യമായി പോകുന്നത് ലിബർട്ടി സ്ക്വയറിലാണ്. ഇവിടെയാണ് സെൻറ്റ് ജോർജ് സ്റ്റാച്യു ഉള്ളത്. 2006 ഈ സ്റ്റാച്യു ഇവിടെ വെച്ചത്. അതിനു മുമ്പ് ഇവിടെ ലെനിൻ സ്റ്റാച്യു ആയിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ ടിബിലിസിയുടെ സിറ്റി ടൂർ നടത്താൻ വിചാരിച്ചു. അതിനിവിടെ ക്ലാസിക് റിട്രോ ഇലക്ട്രോ കാറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഞങ്ങൾ ഓൾഡ് ടിബിലിസിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈവനിങ് ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു. ആ ദിവസം നല്ല ക്രൗഡഡ് ആയിരുന്നു. ഇന്ന് മഴയായതുകൊണ്ട് തന്നെ ആളുകൾ ഭയങ്കര കുറവാണ്. ഇദ്ദേഹം ഞങ്ങളടുത്ത് പറഞ്ഞത് ഞങ്ങളെ ഓൾഡ് ടിബിലിസി, ന്യൂ ടിബിലിസി ഇത് രണ്ടും കാണിച്ചതിന് ശേഷം മദർ ഓഫ് ജോർജിയ, ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി അവസാനം പീസ് ബ്രിഡ്ജിൽ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്നാണ്. ഒരു ജോർജിയൻ പരമ്പരാഗത വസ്ത്രം ധരിച്ച സ്ത്രീയുടെ രൂപത്തിലാണ് മദർ ഓഫ് ജോർജിയ നിർമ്മിച്ചത്. ഇടത് കൈയിൽ ഒരു വീഞ്ഞു പാത്രവും വലത് കൈയിൽ വാളുമാണ് ഇതിൻ്റെ രൂപം. ഏകദേശം 20 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ പൂർണ്ണമായും അലുമിനിയം കൊണ്ടാണ് നിർമ്മിച്ചത്. ടിബിലിസി സിറ്റിയുടെ 1500ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. ഇത് ടിബിലിസിയിലെ ഏറ്റവും മികച്ച അട്രാക്ഷനിലൊന്നുമാണ്. ടിബിലിസിയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണമാണ് ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ. ഇവിടുത്തെ ഒരു വലിയൊരു ചർച്ചാണിത്. ഇതൊരു കോംപ്ലക്സ് ആണ്. ഇതിനു ചുറ്റും പൂന്തോട്ടങ്ങളും ഒരുപാട് ആക്ടിവിറ്റികളും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ എത്തിയത് പീസ് ബ്രിഡ്ജിൻ്റെ അടുത്താണ്. ഈ ബ്രിഡ്ജ് ഓൾഡ് ടിബിലിസിയെയും റൈക്ക് പാർക്കിനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് മദർ ഓഫ് ജോർജിയയിലേക്ക് കേബിൾ കാർ ഉണ്ട്. ഇന്ന് മഴയായതുകൊണ്ട് തന്നെ കേബിൾ കാർ സർവീസുകളെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. ഈ ബ്രിഡ്ജിൻ്റെ താഴെ വശത്തു നിന്നാണ് ബോട്ട് സർവീസുകൾ ഉള്ളത്. ഇത് ഈ നദിയെ പറയുന്നത് ഖുറ റിവർ എന്നാണ്. ബോട്ട് സർവീസ് ഏറെക്കുറെ ഒരു 20-25 മിനിറ്റ്സ് ആണ് അവർ പറയുന്ന ടൈം ഡ്യൂറേഷൻ. പൊതുവെ ജോർജിയൻസ് എല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ അടുത്തൊക്കെ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങളും ഒരു ബോട്ട് റൈഡിന് പോയി. അപ്പോൾ ബോട്ട് റൈഡിൽ 2 ഓപ്ഷനാണ്. ഒന്നുകിൽ നമുക്ക് ഗ്രൂപ്പായിട്ടുള്ള ബോട്ട് റൈഡിന് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ഗ്രൂപ്പായിട്ട്. അപ്പം ഞങ്ങൾ ചൂസ് ചെയ്ത് ഇൻഡിവിജ്വലാണ്. ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇൻഡിവിജ്വൽ ആകുമ്പോൾ അവർ നമ്മളെ മാത്രമേ കൊണ്ടുപോകും. ഈ ബോട്ട് റൈഡ് ഒരു 1/2 hour ഡ്യൂറേഷനാണ് അവർ പറഞ്ഞത്. അപ്പം കയറുമ്പോൾ തന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് തരും. നമുക്ക് ഒന്നുകിൽ കോഫി ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവർ വൈൻ ആയിരിക്കും തരാം. 2 തരത്തിലുള്ള വൈനാണ് അവർ പൊതുവെ തരുന്നത്. ഒന്നുകിൽ റെഡ് വൈന്, അല്ലെങ്കിൽ വൈറ്റ് വൈൻ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ബോട്ട് റൈഡ് പോലെ തന്നെയായിരുന്നു ഇത്. പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ അവർ കുറേ ലാൻഡ്മാർക്കുകളും ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരും. ഈ ബോട്ട് ഓടിച്ച് അധികം വൈകാതെ തന്നെ ഡ്രൈവർ ഞങ്ങളെടുത്ത് ചോദിച്ചിരുന്നു, നിങ്ങൾക്കാർക്കെങ്കിലും ബോട്ട് ഓടിക്കണമെന്ന്. അപ്പം എൻ്റെ മകൻ അനന്ത് പറഞ്ഞു അവന് ഓടിക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു യു ക്യാൻ കം. അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. It's got everything I need. Yeah, the rooms, they're cheap. And if we don't wanna, we don't ever have to leave. Yeah, there might not be a palm tree inside, but there's not. അവസാനമായി ഞങ്ങൾ ടിബിലിസിയിൽ പോയത് ക്രോണിക്കൽസ് ഓഫ് ജോർജിയ കാണാനാണ്. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്.
വളരെ ഉയരത്തിൽ നിർമ്മിച്ച വലിയ തൂണുകളാണിത്. ഇതിൽ ബൈബിൾ കഥകളെ ആസ്പദമാക്കിയുള്ള ശില്പങ്ങളാണ് കൊത്തിവെച്ചത്. Wanna clear a bottle of Cabernet. Wanna stay home, not even drink. Wanna get out of my own head. Wanna lay down, overthink. I wanna cry every tear I got. Put on a dress, be a stranger's dream. Lock up this heart of mine, wanna wear it on my sleeve. I kinda wanna hate you, but I wanna love you too. I wanna hold you close and let you go. Find someone new, and I wish it wasn't, but my mind's made up in two. What's killing me the most is knowing two things can be true. Wanna throw away your enmity.